രണ്ട് ക്വാളിറ്റികളുണ്ട് ഖുർആൻ. അറിയണം, നിങ്ങൾ എല്ലാവരും അറിയണം. ഖുർആൻ പറയാണ് ഇന്ന ഔലിയ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു പേടിയുമില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്കൊരു ടെൻഷനുമില്ല. വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പേടിയില്ല, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിച്ച് ഒരു ടെൻഷനുമില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പൊതുവായ ചില ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ മുത്തഖീങ്ങൾ മാത്രമാണ്. അള്ളാഹുവേ, ആ വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, സുന്നത്തുകൾ എടുത്ത് എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അയാളെ സ്നേഹിക്കുന്നത് വരെ, ഞാൻ അയാളെ മഹബ്ബത്ത് വെക്കുന്നത് വരെ. അങ്ങനെ ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അയാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ഒരു അടിമങ്ങനെ ധാരാളം സുന്നത്തെടുത്ത് ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹിയുടെ ശീലം അങ്ങനെ ആയിരുന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളോളം ഔറാദിലായി മാത്രം കഴിഞ്ഞ, തഅല്ലുമിലായി മാത്രം കഴിഞ്ഞ, ഖിറാഅത്തിലായി മാത്രം കഴിഞ്ഞ, നോമ്പിലായി മാത്രം കഴിഞ്ഞ സമയങ്ങൾ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ഒരു ദിവസം മഹാനവറുകളെ കാണാൻ വേണ്ടി ചെന്നപ്പോ അവരൊന്ന് സംസാരിക്കാത്ത സമയമാണ്. അതായത് ആളുകളുമായി വലിയൊരു ബന്ധമൊന്നുമില്ല, സംസാരമൊക്കെ കുറഞ്ഞൊരു സമയം. എ.പി. ഉസ്താദ് പറയാണ്, സംസാരിക്കൂലെന്ന് എനിക്കറിയാം, എന്നാലും കാണാലോ. സംസാരിക്കൂലെന്ന് എനിക്കറിയാം, എന്നാലും കാണാലോ. അങ്ങനെ ചെന്നു. ബഹുമാനപ്പെട്ടവർ ളുഹാ നിസ്കരിക്കുകയാണ്. 8 റക്അത്ത് ളുഹാ നിസ്കരിച്ചു. ആ 8 റക്അത്ത് ളുഹാ നിസ്കരിച്ചതിന് ശേഷം എ.പി. ഉസ്താദിന്റെ അടുക്കലേക്ക് തിരിഞ്ഞിരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവരോട് ഹഖായിഖുകളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന ലതായിഫുകൾ, അവർക്ക് അല്ലാഹു നൽകുന്ന മആരിഫുകൾ, ആ ഹഖായിഖുകളെ കുറിച്ച് മഹാനവറുകൾ സംസാരിക്കുകയാണ്. വഹഖീഖത്തുൻ ലവസുലുഹു ലിൽ മഖ്സദി വമുശാഹദുൻ നൂർ തജല്ലി ബിൻജിലാ. ശരീഅത്ത് മുറുകെ പിടിച്ച് ത്വരീഖത്തിലൂടെ സഞ്ചരിച്ച് അവർക്ക് ലഭിക്കുന്ന ഹഖായിഖുകൾ, അസ്റാറുകൾ, അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് പേപ്പിസ പറഞ്ഞു, എനിക്കും നിങ്ങളെ മാതിരി ആവാൻ, എനിക്കും നിങ്ങളെ കൂടെ കൂടാൻ വലിയ ആഗ്രഹമുണ്ട്. ആലോചിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം സി.എം. വലിയുള്ളാഹി പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഞാൻ ഖളിർ അലൈഹിസ്സലാമിന്റെ റൂട്ടിലാണ്. ഖളിർ നബിന്റെ മൂസാ നബിന്റെ ചരിത്രം നമുക്ക് വിശുദ്ധ ഖുർആൻ നോക്കിയാൽ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുന്നതാണ് ശരിക്കും മനസ്സിലാവും. അത് രണ്ട് ത്വരീഖാണ്. എല്ലാം അല്ലാഹുവിലേക്കുള്ളതാണ് എന്നത് ശരിയാണ്. പക്ഷെ അത് രണ്ടും 2 ത്വരീഖാണ്. 4 മദ്ഹബ് 4 കോലത്തിലല്ലേ. ഫിഖ്ഹിൽ അങ്ങനെയാണ്. എന്നതുപോലെ നിങ്ങൾ ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്വരീഖിലാണ്, ഞാൻ ഖളിർ നബിയുടെ ത്വരീഖിലാണ്. നിങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ത്വരീഖിലാണ്. അതുകൊണ്ട് നിങ്ങൾ പള്ളി ഉണ്ടാക്കണം, മദ്രസ ഉണ്ടാക്കണം, ദർസ് ഉണ്ടാക്കണം. എപ്പിസാദ് പറയാണ്, ആ ഒരു ശ്വാസത്തിൽ എത്ര നേരം എന്തെല്ലാം പറയാൻ കഴിയോ അത് മുഴുവൻ ചേർത്തിയിട്ട് മഹാനവറുകൾ അങ്ങ് പറയുകയാണ്. ആ ഒരു ആശീർവാദമാണ് നമ്മൾ ഈ കാണുന്നത്. ആ ഒരു പൊരുത്തമാണ് നമ്മൾ ഈ കാണുന്നത്. ആ ഒരു നിർദ്ദേശമാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ടാണ് സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് പറയാറുള്ളത്, ബഹുമാനപ്പെട്ട മടവൂർ ശൈഖ് അവരെന്റെ മുറബ്ബിയായ ശൈഖാണ്, അത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അങ്ങനെ ഒരു അടിമ എന്നിലേക്ക്, ഞാൻ പറയുന്നത് അവരുടെ ജീവിതം സുന്നത്തുകൾ, നിസ്കാരങ്ങളിലൂടെ നോമ്പുകളിലൂടെ ജീവിതം നയിച്ചവരാണ്.
വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു ഫഇദാ അഹബബ്തു. ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ എന്നിലേക്ക് അടുത്ത അടിമയെ ഞാൻ ഇഷ്ടപ്പെടും. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുന്തു സമ്മഅഹു അല്ലദീ യസ്മഉ ബി, അവർ കേൾക്കുന്ന കാത് പിന്നെ സാധാരണ കാതല്ല, അവർ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബി, അവർ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹു അല്ലതീ യബ്തിഷു ബിഹാ, അവരെ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവര് നടക്കുന്ന കാല് ഞാനാകും. വലയിൻ സഅലനീ ലഉതിയന്ന, എന്നോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ അവർക്ക് കൊടുക്കുന്നതാണ്. വലയിൻ ഇസ്തഅദനീ ലഉഇദന്ന, എന്നോട് കാവല് തേടിയാൽ ഞാൻ അവരെ കാക്കുന്നതാണ്. ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അള്ളാന്റെ ഔലിയാക്കന്മാരുടെ കഴിവുകൾ അതെല്ലാം അസാധാരണത്തിന് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. എത്രയാണ് കൊടുക്കുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു യർസുഖു മൻ യശാ, അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്. ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ കൊടുക്കുന്നതാണ്. അതിന് അതിർവരമ്പുകൾ ഇല്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഇന്നി അഖ്ലുഖു ലക്കും മിനത് തീനി. ബഹുമാനപ്പെട്ടവർ പറയാണ്, കളിമണ്ണിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പക്ഷിയെ ഉണ്ടാക്കി തരാം. ഇന്നി ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹീൽ മൗതാ ബിഇദ്നില്ലാ, ജന്മനാ കണ്ണ് കാണാത്തവന് ഞാൻ കാഴ്ച കൊടുക്കും, വെള്ളപ്പാണ്ടുള്ളവന് ഞാൻ സുഖപ്പെടുത്തും, മരിച്ചവനെ ഞാൻ ജീവിപ്പിക്കും ബിഇദ്നില്ലാ. ഇതെല്ലാം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ്. ഇത് ഈസാ നബിയെ പറ്റി അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. മാത്രമല്ല സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ കാണാം, ഇന്ന മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന് ചില പ്രത്യേക അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിലുണ്ട്. ഇന്ന മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ചിലരുണ്ട്. മൻ, ചില ആളുകളുണ്ട്. ലൗ അഖ്സമ അലല്ലാഹ് അല അബറാ, അവര് അള്ളാനെ പിടിച്ചൊരു കാര്യം അങ്ങ് പറഞ്ഞാൽ അള്ളാഹ് അത് നടത്തി കൊടുക്കുന്നതാ. നിലനെ കൊടുഫാനോ നിലനെ കാളയാനോ നായന് അവർക്കാനോ വാദം കൊടുത്തോ റളിയ ഇലാഹോനാ അൻ ഗൗസി ഖുത്ബീനാ സിയം വാലിയേനാ ഖുദ്നാ ബിഐനാ. അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കോകിൽ അതിനാൽ വലിയ നീലനെ കൊടുത്തോവാറിയ ഇലാഹോനാ അൻ ഗൗസി ഖുത്ബീനാ സിയം വാലിയേനാ ഖുദ്നാ ബിഐദീനാ. എത്ര സംഭവങ്ങളാണ്. ബറക്കത്തിനോട് ഒറ്റ കാര്യം കൂടെ പറയാം, സമയം തീർന്നുപോയി. ആയിരക്കണക്കിന് സംഭവങ്ങളല്ലേ, അനുഭവങ്ങളല്ലേ ആളുകൾക്ക്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹിയുടെ ഒരു സതീർത്ഥ്യൻ മഹാനവറുകളുടെ ഒരു അവര് കാലത്ത് ബാഖിയാത്തിൽ പഠിച്ചിരുന്ന ഒരാൾ, താമരശ്ശേരിയിലുള്ള മുഹമ്മദ് ഖാസിം ബാഖവി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. നല്ല അസ്മായിലൊക്കെ നല്ല കഴിവുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹം ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളോടൊക്കെ പറഞ്ഞ് അവരുടെ ബാഖിയാത്തിൽ നിന്ന് വന്നു. അവരുടെ ജോലിയൊക്കെ നിർത്തി അവർ പിന്നെ നേരെ ഗൾഫിൽ മക്കയിൽ ചെന്ന് മുനിസിപ്പാലിറ്റിയുടെ പണി, അവിടെ റോഡടിച്ചു വരുന്ന പണി 350 റിയാലിന് എടുക്കാൻ. ആ ചൂടും ആ ജോലിയൊക്കെ അവർക്ക് മടുത്തിട്ട്
തന്റെ കൂട്ടുകാരനാകുന്ന സീം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾക്ക് കത്തെഴുതി. മഹാനവറുകൾക്ക് ആ കാലത്ത് ആ കത്ത് കിട്ടിയപ്പോ കൂടെയുള്ള ആളുകൾ ആ കത്ത് വായിച്ചു കൊടുക്കുക. മഹാനവറുകൾ ആ കത്ത് വായിച്ച ഉടനെ, അതായത് ജോലിക്ക് വലിയ വിഷമുണ്ട്, ജോലിയൊന്നും മാറി കിട്ടിയാൽ തിരക്കടില്ല എന്നുള്ളതാണല്ലോ അപ്പൊ പറയണത്. ബഹുമാനപ്പെട്ടവര് ഉടനെ തന്നെ അടുത്തുള്ള ആളുകളോട് പറഞ്ഞു, വേഗം പേൻ എടുത്തിട്ട് എഴുതുക. എന്താ എഴുതണ്ടേ? ഇനി നാളെ മുതൽ ജോലിക്ക് പോകേണ്ടതില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. സ്വഹീഹുൽ ബുഖാരിയിലെ 2 ഹദീസ് ഞാൻ പറഞ്ഞു. അവരുടെ കയ്യിന്റെയും കാലിന്റെയും കണ്ണിന്റെയും നാക്കിന്റെയും ഒക്കെ പവർ. മറ്റൊന്ന്, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ. അവര് പടച്ച റബ്ബിനെ സാക്ഷി നിർത്തി ഒരു കാര്യം പറഞ്ഞാൽ അത് അല്ലാഹു തആല നടത്തി കൊടുക്കുമെന്ന സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിന്റെ ഊക്കാണ് ഈ കാണുന്നത്. നിങ്ങൾ ആലോചിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ഇനി നാളെ മുതൽ ജോലിക്ക് പോകേണ്ടതില്ല. അങ്ങനെ പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. അവർക്ക് പിന്നെ ഒരു തൊഴിലെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മഹാനവറുകൾ കൊടുക്കുന്ന വരം, അവര് കൊടുക്കുന്ന പൊരുത്തം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇദ്ദേഹത്തിന് ഈ കത്ത് കിട്ടി. ഈ കത്ത് കിട്ടിയോടുകൂടി ഈ അദ്ദേഹത്തിന്റെ ഉറക്കം പോയി ആകെ ബേജാറായി. കാരണം ജോലിയിൽ 350 റിയാലിന് ശമ്പളം കിട്ടിയിട്ട് ഒന്നും ആകുന്നില്ല. അദ്ദേഹം ഇവിടെ അസ്മാന്റെ പണിയൊക്കെ എടുത്ത് കാണുന്ന ആൾ. അപ്പൊ അതുകൊണ്ട് അവിടെ നല്ലൊരു ജോലി കിട്ടണം, നല്ലൊരു ശമ്പളം കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് എഴുതിയതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സിഎം വലിയുള്ള പറഞ്ഞതല്ലേ, ഏതായാലും കത്ത് കിട്ടി ഉറക്കില്ലാത്തൊരവസ്ഥയില് അന്ന് രാത്രി അങ്ങ് കഴിഞ്ഞു. സുബൈക്ക് പള്ളി പോയപ്പോ അദ്ദേഹത്തിന്റെ കഫീലുണ്ട്. അദ്ദേഹത്തിന്റെ ആ കഫീലിന്റെ കീഴിലുള്ള കുറച്ച് മാനേജർമാരൊക്കെ ഉണ്ട്. അവര് ചോദിച്ചു ആരാണ് മുഹമ്മദ് ഖാസിം അൽ ഹിന്ദി, ആരാണ് ഇന്ത്യക്കാരനായ മുഹമ്മദ് ഖാസിം ആരാന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനാണ്. എന്നാല് ഇന്ന് നിങ്ങൾ പണിക്ക് പോകണ്ട, കഫീല് നിങ്ങളെ കാണാൻ റൂമിലേക്ക് അങ്ങോട്ട് വരും. നിങ്ങൾ ആലോചിച്ചു, ഈ ഒരൊറ്റ സംഭവം മതി നമുക്ക് ആരാണ് ശൈഖുനാന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് അറിയാവുന്ന, നമ്മൾ കേട്ട 1000കണക്കിന് സംഭവങ്ങളും അറിയാത്ത 10,000കണക്കിന് സംഭവങ്ങളും അവരറിയിച്ചു തരാത്ത അവരുടെ മഖാമാത്തുകളും ദറജാത്തുകളും അതെവിടെയായിരിക്കും. അങ്ങനെ ഞങ്ങൾ നാളെ പണിക്ക് വന്നു. പിന്നെ പണിക്ക് പോകണ്ട അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മുതലാളി കഫീലൊക്കെ വന്നു. വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറിച്ച് അറിഞ്ഞു. എന്റെ കപ്പല് നഷ്ടപ്പെട്ട വിവരം നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ആ കപ്പല് നിങ്ങൾ അത് തിരിച്ചു കൊണ്ടുവന്ന് തരണം. നിങ്ങൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇയാളെ ഈ അസ്മാന്റെ വിക്രസക്കാരനാളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ പിന്നെ കപ്പല് നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് തരണം. 21 ദിവസത്തിനുള്ളിൽ കപ്പലുടത്തണം. കഫീലിന്റെ നിർദ്ദേശം. ഇല്ലെങ്കിൽ ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് അപ്പൊ ഈ മൈലാരി ചോദിച്ചു, മലയാളിയല്ലേ, ഇദ്ദേഹം ചോദിച്ചു, ഉണ്ടെങ്കിലോ, അതായത് കിട്ടിയാലോ കപ്പൽ 21 ദിവസത്തിന് കിട്ടിയാലോ. അപ്പൊ അയാൾ പറഞ്ഞു പിന്നെ നിങ്ങൾ ജോലിക്ക് പോകേണ്ട ആവശ്യം. ആ കപ്പൽ കിട്ടിക്കഴിഞ്ഞാൽ 2500 രൂപ മാസത്തിൽ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് പിന്നെ അതുപോലെ ഫ്ലാറ്റും കാറും അവിടെ താമസിക്കുക, ജോലിക്ക് പോകേണ്ട ഹർമിൽ നിങ്ങൾക്ക് 2500 രൂപ നിങ്ങളെ സാലറിക്ക് ഒരു മുടക്കുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. 21 ദിവസത്തിന്റെ ഉള്ളിൽ അയാളെ കപ്പൽ തിരിച്ചു കിട്ടുകയാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ പറഞ്ഞു, അതിന് നിങ്ങൾക്ക് എന്ത് സാധനമാണ് വേണ്ട, ആ സാധനമൊക്കെ നിങ്ങൾ നാട്ടിൽ പോയി കൊണ്ടുവന്നാലും വേണ്ടില്ല. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നൊക്കെ അത് സംഘടിപ്പിച്ചു. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ആ കപ്പല് ഏത് തുറമുഖത്തു നിന്നാണ് നഷ്ടപ്പെട്ടത്, എവിടെ നിന്നാണ് അത് പുറപ്പെട്ടത്, അങ്ങോട്ട് പോയി അവിടെ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. 21 ദിവസത്തിനുള്ളിൽ അയാൾക്ക് അത് തിരിച്ചു കിട്ടി. പിന്നെ ഈ കഫീലിന്റെ മരണം വരെ ഒരു ദിവസം പോലും അയാൾക്ക് തൊഴിലിന് പോകേണ്ടി വന്നിട്ടില്ല. മരണം കഴിഞ്ഞപ്പോ പിന്നെ മകന് വന്നു. അത് കഫീലിന്റെ ഉത്തരവാദിത്തത്തില് അയാളും ഇതുപോലെ ശമ്പളം കൊണ്ടുവന്നപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് വേണ്ട, ഞാനും നിങ്ങളെ ഉപ്പയും തമ്മിലുള്ള ഇത്തിഫാഖായിരുന്നു, ഇനി ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്.
പടച്ചവനെ മടവൂർ ശൈഖിന്റെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ മക്കൾ നന്നാവാൻ വേണ്ടി വന്ന ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. ഈ മജ്ലിസിലിരിക്കുന്ന പലർക്കും പലവിധ വിഷമങ്ങളുള്ളവരാണ്. ഇവിടെ വന്ന് പറഞ്ഞവരുണ്ട്, ഉസ്താദേ മക്കൾ നന്നാവണമെന്ന് പറഞ്ഞവരുണ്ട്. സിഎം വലിയുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട് അവരെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. സിഎം വലിയുള്ളാഹിയുടെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. അവരുടെ നാക്കിന്റെ പവർ എത്രയാണ്, അവരുടെ ഖൽബിന്റെ ശുദ്ധി എത്രയാണ്, അവരുടെ വാക്കിന്റെ പവർ എത്രയാണ്, അവരുടെ ദീർഘവീക്ഷണം എത്ര വലുതാണ്. റബ്ബേ, അവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കറാമത്ത് കൊണ്ട് ഞങ്ങളെ ഹൃദയം വെളിപ്പിച്ചു തരണേ അല്ലാഹ്. അവരെ മുരീദുമാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരെ മുഹബ്ബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്.